പരിമിതികളെ മറന്ന് ആർത്തിരമ്പുന്ന തിരകൾക്കൊപ്പം ഉല്ലസിച്ചും ആടിപ്പാടിയും ദിവ്യാംഗരായ കുരുന്നുകൾ. തിരുവനന്തപുരം കോവളം ഉദയസമുദ്ര തീരത്ത് സംഘടിപ്പിച്ച 6ാമത് ബ്ലൂ റാംപ് എഡിഷനിലാണ് നിരവധി കുട്ടികൾ പങ്കെടുത്തത്. കടൽക്കാറ്റ് കൊണ്ടും ആർത്തിരമ്പുന്ന തിരമാലകളോട് കുസൃതി കാട്ടിയും പതിവ് പോലെ അവർ ഇക്കൊല്ലവും ഒത്തുകൂടി. കൂട്ടുകാരുമൊത്ത് കളിച്ചിരിയുമായി ഒരു സായാഹ്നം സുന്ദരമാക്കുകയാണ് ഈ കുരുന്നുകൾ. തിരുവനന്തപുരം കോവളത്ത് ഉദയസമുദ്ര ബീച്ച് ഹോട്ടൽ സംഘടിപ്പിച്ച 6ാമത് ബ്ലൂ റാംപ് എഡിഷനിൽ ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS ഒപ്പം കൂടി. ഈ പറയുന്ന വളരെ ശക്തമായിട്ടുള്ള തിരമാലകൾ നമ്മളെ വന്ന് ആഞ്ഞടിക്കുമ്പോഴും നമ്മൾ അതിനെ ഭയം എന്നുള്ള ഒരു വികാരത്തെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു പാഠം കൂടിയാണ് കടപ്പുറം എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഞാനിന്ന് കാണുന്നത്. എല്ലാവരും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഭയമില്ലാതെ തന്നെ വളരെ സുരക്ഷിതമായി അതേസമയം ആനന്ദത്തോടു കൂടി ഈ കൂട്ടായ്മയിൽ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഇന്നിവിടെ ആഘോഷിക്കുകയാണ്. അപ്പോൾ വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ദിവസമാണ് നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഇന്നിവിടെ വന്നു ചേർന്നത്. കടലിൽ ഇറങ്ങി കളിക്കുന്നതിന്റെ സന്തോഷവും കുട്ടികൾ പങ്കുവച്ചു. കഴിഞ്ഞ വർഷം വന്നോ? ഇവിടെ തന്നെ വന്നോ നമ്മള്? ഇനി ഇവർക്കൊക്കെ കേൾക്കാം. പേരെന്താന്നും കൂടെ പറഞ്ഞേ. ആര്യ എന്നാണ് കേട്ടോ. അപ്പൊ ആര്യക്കുട്ടി നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു ലീഡറും കൂടിയാണ് അല്ലേ ഇവിടെ വന്നിട്ടുള്ള. ബ്ലൂ റാംപ് പരിപാടിയിൽ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യ, എയർഫോഴ്സ് ലീഡർ എയർ മാർഷൽ മനീഷ് ഖന്ന, ഇന്ത്യൻ കോസ്റ്റൽ ഗാർഡ് ICGS വിഴിഞ്ഞം കമാൻഡന്റ് സുരേഷ് R. കുറുപ്പ്, ചീഫ് എയർപോർട്ട് ഓഫീസർ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് രാഹുൽ ഭട്കോട്ടി, വിഴിഞ്ഞം സീപോർട്ട് CEO പ്രദീപ് ജയരാമൻ തുടങ്ങിയവരും പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.